ഞാൻ കുറച്ച് കപ്പ എടുത്ത് തൊലിയൊക്കെ പൂക്കി നന്നായിട്ട് മണ്ണ് പൂക്കി കഴുകി കൊണ്ടുവന്ന് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ചിലർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണെന്നുള്ളത്. ഒരു പഴയ വിഭവമാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുക. ഇപ്പോൾ ഇതൊന്നും എവിടെയും കാണുന്നില്ല. മുമ്പ് ഇത് കടകളിലൊക്കെ കിട്ടിയായിരുന്നു ഉണക്കിക്കൊണ്ടുവച്ച കപ്പ. ഇപ്പോൾ എവിടെയും അങ്ങനെ കാണുന്നില്ല, ഉണ്ടോയെന്നറിയില്ല. ഞങ്ങൾ കോഴിക്കോടൊക്കെ ഇതിന് പൂളാന്നാണ് പറയുക, ഉണക്കിയ പൂള, ഉണക്കപ്പൂളാന്ന് പറയും. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല ഫ്രഷായ പൂള നോക്കിയെടുക്കണേ. അഴുക്കൊന്നുള്ളതല്ല. അതിന് കേട് വന്നതൊക്കെ ഉണ്ടാവില്ലേ, കുറച്ച് ചുവപ്പൊക്കെ എന്താ കളറൊക്കെ മാറിയ അതുപോലത്തെ ഒന്നുമില്ലാതെ നല്ല കപ്പ നോക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതൊന്ന് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. ഇത് നേർമയായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വലിയ കട്ടിയുള്ള പീസാണെങ്കിൽ ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്താ പറയുക, കനം കുറച്ച് അരിയാൻ നോക്കുക. ഇനി നമുക്കൊന്ന് വെയിലത്തിടാം. നമുക്കിതാ നല്ല വെയിലുണ്ട്. ഇപ്പോൾ വെയിൽ നോക്കിയിട്ട് ഇതുപോലൊരു ഷീറ്റിൽ വിരിച്ചു വെക്കുക. തുണിയിലാണ് ഞാൻ, കോട്ടൺ തുണിയാണിത്, അതിലാണ് ഉണക്കിയെടുക്കുന്നത്. അതിൻ്റെ അടിയിൽ ഞാൻ നല്ലൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മളെ കഴിക്കുന്ന ഭക്ഷണ സാധനമല്ലേ, അപ്പോൾ നന്നായിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് വേണം ഇട്ട് ഉണക്കാൻ. ഇതുപോലെ നന്നായിട്ട് വെയിലത്ത് ചിക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതുപോലെ ഒന്ന് ചുരുക്കി കൂട്ടി വീണ്ടും ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങുന്നവരെ നമുക്ക് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണങ്ങുകയെന്ന് പറഞ്ഞാൽ നല്ലോണം ഉണങ്ങണം. സൗണ്ട് ഉണ്ടാവും. നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാൽ അത് വരെ നമുക്ക് ഉണക്കിയെടുക്കണം. നല്ല വെയിൽ, എനിക്ക് വെയിൽ കൊണ്ടുവന്ന് ഞാൻ പോവുകയാണേ. നമ്മളെ ആ കപ്പ ഉണ്ടല്ലോ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. കേട്ടില്ലേ, നല്ല സൗണ്ട്. ഇതിനുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ടിന്നിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കാം. അടചൂടാ, പുട്ടുണ്ടാക്കാം, തേങ്ങയൊക്കെ ചിരക്കിയിട്ട് പത്തിരി ഉണ്ടാക്കാം, പല പലഹാരം ഇതിനോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഉണക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചെടുത്ത് പുട്ട് ചൂടാം. മുമ്പൊക്കെ ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടിയായിരുന്നേ. ഇപ്പോൾ ഇത് വ്യാപകമായിട്ട് എവിടെയും കാണുന്നില്ല. അപ്പോൾ എനിക്കൊരു കൊതി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കപ്പ വാങ്ങിയിട്ട് വീഡിയോ കാണിച്ച പോലെ തൊലിയൊക്കെ പോക്കി കഴുകി വെട്ടി ഉണക്കിയെടുത്താണ്. നിങ്ങളും അതുപോലെ ചെയ്താൽ മതി. വാട്ടുകപ്പ കിട്ടും ഇപ്പോൾ. വാട്ടിയതെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഉണക്കി പുട്ടൊന്നും ചൂടാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ചെയ്താൽ സൂപ്പറായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്ക് പുട്ട് ഇടാൻ ആവശ്യത്തിനെടുത്ത് ഉണക്കക്കപ്പാണ്. ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ, നമുക്ക് ആവശ്യത്തിന് മാത്രം. ബാക്കി നന്നായിട്ടൊരു ടിന്നിൽ അടിച്ച് വെച്ചതാണ്. ഇതിനെയൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഊറ്റിയെടുക്കണം. നന്നായിട്ട് കഴുകണം, വെയിലത്തിട്ട് ഉണക്കിയതല്ലേ, പൊടിയൊക്കെ ഉണ്ടാവും. ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വീതമായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. നന്നായിട്ട് വെള്ളം ഊറ്റി കൊണ്ടുവന്നതാണ് ഞാൻ. നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും ഇത് തരി ഉണ്ടാവും. നമുക്കിതുപോലെ ഒരു അരിപ്പയിൽ, ഒരു കണ്ണി വലിപ്പമുള്ള അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ പുട്ടിൻ്റെ നമ്മൾ പുട്ടുപൊടിയില്ലേ, അതുപോലെ കുറച്ച് തരിയോട് കൂടിയിട്ട്, തരിയൊന്നുമില്ല ഇതിന്, കുറച്ച് തരി, അതുപോലെ ഇത് മുഴുവൻ നമുക്ക് അരിച്ചെടുക്കണം. അതേപോലെ നല്ല സൂപ്പറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല. നമ്മൾ ഞാൻ പറഞ്ഞില്ല വലിയ കണ്ണിയുള്ള അരിപ്പയിലാണ് അരിച്ചെടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇനി പുട്ട് ചൂടാം. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പുട്ട് ചൂടാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ചരികി വെച്ചിട്ടുണ്ട്. ഞാൻ പുട്ടിനാവശ്യം തേങ്ങ ആണല്ലോ, അതിനാവശ്യമുള്ള തേങ്ങ ആണ്. നമുക്കിനി പുട്ടിൻ്റെ പൊടി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ കപ്പപ്പുട്ട് റെഡിയാക്കാൻ പോവുകയാണ്. ഇതാ പൊടി ഞാനൊരു ബോളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലുള്ള ആൾക്കനുസരിച്ച്. പിന്നെ കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം നമുക്കതിൽ. അല്ലാതെ ഇത് കപ്പല്ല സാധനമോ, വലിവായിരിക്കും. അതിൻ്റെ സ്റ്റാർട്ടൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന കപ്പ പുട്ടില്ലേ, അല്ല കപ്പൻ്റെ പൊടിയില്ലേ, പൂളപ്പൊടി, പൂളാന്നാണ് ഞങ്ങളിവിടെ പറയുക. അത് പൂളപ്പൊടി അതിന് അനുസരിച്ചിട്ട് ഇല്ല 2 സ്പൂണൊക്കെ ചേർത്താൽ, ഇത് ടേബിൾ സ്പൂൺ കേട്ടോ, ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക്
ഇത് സാധാരണ പുട്ട് പൊടിക്ക് കുഴക്കുന്ന മാതിരി തന്നെ ഇതാ വെള്ളം ചേർത്ത് കുഴയ്ക്കാം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യട്ടെ. ഉപ്പ് കലക്കിയ വെള്ളമാണ് ഞാൻ ഇത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്നില്ലേ അതുപോലെ തന്നെ. ഒന്ന് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കുറച്ച് വെള്ളം മതി കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ അരിപ്പൊടിക്കലൊക്കെ ചേർക്കും പോലെ വെള്ളം ഒന്നായിട്ട് ഒഴിച്ചുവിടരുത്. പെട്ടെന്ന് ലൂസായി പോവും. ലൂസാവാതെ എനിക്ക് തോന്നുന്നു ആ വെള്ളം തന്നെ മതി ഇതിനൊന്ന്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് നല്ല നമ്മൾ പുട്ട് പൊടിക്ക് വയ്ക്കുന്ന തന്നെ അതുപോലെ തന്നെ ആക്കിയെടുക്കുക. ആ പുട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പുട്ടുകട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് പുട്ട് അടുപ്പത്തേക്ക് വെക്കണം. ഞാൻ എന്താ പുട്ട് നിറയ്ക്കാൻ പോവുകയാണേ. ആ പുട്ട് ചൂടാൻ തുടങ്ങുകയാണ്. തേങ്ങ ഇത്തിരി നന്നായി ചേർക്കണം. നമ്മൾ സാധാരണ പുട്ടിടും പോലെ പോരാ. ഇത് അപ്പയുടെ പുട്ടാണ്. അതിന് കുറച്ച് ടേസ്റ്റ് കൂടണമെങ്കിൽ നന്നായിട്ട് തേങ്ങ ഇടണം. അതിന് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പുട്ടിൻ്റെ വലിപ്പം എത്രയാണോ ആവശ്യം അത്രയും വലിപ്പത്തിൽ പൊടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഇതിന് ടേസ്റ്റ് കിട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങൾ എന്നാൽ തേങ്ങകളൊക്കെ അധികം ഉണ്ടാവും. പുട്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഇനി നല്ല ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് ആവി വരും. സാധാരണ നമ്മൾ പുട്ട് ഇടുന്നില്ല അതുപോലെ തന്നെ. എന്നിട്ട് കുറച്ചധികം വെന്തോട്ടെ. കാരണം കപ്പ നമ്മൾ പൊടി വറുക്കുന്ന മാതിരി വറുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ വേവുണ്ടാവും. നന്നായി വെന്തോട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ആവി വരുമ്പോഴേക്ക് നമുക്ക് ഒരു ചിരട്ടപ്പൊട്ട് ചൂട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പുട്ട് വരട്ടെടുക്കാം. ഇത് ഈ പുട്ടുണ്ടല്ലോ നമുക്ക് ബീഫ് കറി, ചിക്കൻ കറി, പിന്നെ എന്താ പറയുക ഇഷ്ടമുള്ള കറികളൊക്കെ ഒന്നിച്ച് കൂട്ടുക. ഒന്നിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇനിയിപ്പോൾ ബീഫും മട്ടനും ചിക്കനൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക. ഒന്നും വേണ്ട, പഞ്ചസാര ചേർത്ത് മാത്രം കഴിക്കാം. എന്താ അടുത്ത പ്രാവശ്യം അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതാ ചിരട്ട പുട്ടാണ് ചൂടുന്നത്. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതാ ഒന്നും നന്നായിട്ട് വെന്തോട്ടെ. കുറച്ച് ടൈം കൂടി എന്നിട്ട് നമുക്ക് എടുക്കാം. പെട്ടെന്ന് എടുക്കണം. ചിരട്ടപ്പുട്ടാണ് ഇനി വെക്കുന്നത്. അതൊന്ന് ആവി വരട്ടെ. നമ്മളെ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അല്ല സൂപ്പറല്ലേ കാണാനിതാ. കാണാനും നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സാധാരണ നമ്മൾ പുട്ടും കടയിൽ ഉണ്ടാക്കുന്നല്ലോ അതുപോലെ കടലക്കറി ഉണ്ടാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് കറി, മട്ടൻ കറി, ചിക്കൻ കറി എല്ലാറ്റിൻ്റെ ഒന്നിച്ചത് നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര കൂട്ടി കഴിക്കുക. ഇത് ചൂടോടെ കഴിക്കണം, ആറിപ്പോകരുത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.